മഗ്ദലേനയിലെ വ്യഭിചാരിണിയായിരുന്ന 7 പിശാചുക്കളുടെ ആവാസമുണ്ടായിരുന്ന ആ മേരിയുടെ വലിയ പ്രത്യേകത, അവള് സ്നേഹത്തിന്റെ വലിയ ഒരു അപ്പസ്തോല തന്നെ ആയിരുന്നു. അവള് സ്നേഹത്തിന്റെ വലിയ എനർജി ഉണ്ടായിരുന്നു. ആ എനർജി, കരുത്ത് ഒരു കാലഘട്ടത്തിൽ അവള് എങ്ങനെ അതിനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ അത് ദുരുപയോഗിച്ചു, വേണ്ടാത്ത വഴിക്കല്ലാതെ ഒഴുക്കി കളഞ്ഞ് ഒത്തിരി പാപത്തിലേക്ക് പോയി. പിന്നീട് അതേപ്പറ്റി ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ പാഴാക്കി കളഞ്ഞ സ്നേഹത്തിന്റെ ഒഴുക്കുകളെല്ലാം ബ്ലോക്ക് ചെയ്തു. അതെല്ലാം വലിയ കവിഞ്ഞൊഴുകുന്ന ഡാം കെട്ടിക്കഴിയുമ്പം വലിയ ജലതടാകമായിട്ട് മാറി. അതിൻ്റെ വെള്ളം പിന്നെ നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ മൂലമറ്റം ജനറേറ്ററിലേക്ക്, പവർ ഹൗസിലേക്ക്, ഇടുക്കി നമുക്കറിയാം പെരിയാറ്റിലെ വെള്ളം ഇടുക്കി ഭാഗത്ത് കുറത്തി മലകൾക്കിടയിൽ ഡാം കെട്ടി തടഞ്ഞു നിർത്തി വെച്ചിട്ട് ആ തടാകമാക്കി ആ വെള്ളം നിയന്ത്രിതമായ രീതിയിൽ പവർ ഹൗസിലേക്ക് കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ കുറത്തി മലകൾക്കിടയിലൂടെ യഥേഷ്ടം ഒഴുകിയിരുന്ന വെള്ളത്തെയാണ് ഡാം കെട്ടി നിർത്തിയത്. അതുപോലെ തന്നെ സ്നേഹത്തിന്റെ വലിയ ഒഴുക്ക് മറിയമിന് ഉണ്ടായിരുന്നു. അതിങ്ങനെ യഥേഷ്ടം ഒഴുകി ഒത്തിരി ദൂഷ്യം ചെയ്ത് അനേകരുടെ ജീവിതങ്ങളൊക്കെ തകർന്നു പാപത്തിന്റെ വഴി. അതിനെ മുഴുവൻ മദ്ദലേന മറിയം നല്ലൊരു ഡാം കെട്ടി അങ്ങ് അടച്ചു. അതിന് ഈശോ സഹായിച്ചു, നസ്രത്തിലെ അമ്മ സഹായിച്ചു, മർത്തായി ഒക്കെ പോയി സഹായിക്കുന്നതായിട്ട് ആ സ്നേഹതയ്ക്കകത്ത് പറയുന്ന രംഗം. ദൈവം സ്നേഹതയ്ക്കകത്ത് പല പുസ്തകങ്ങളിലൂടെ മറിയം മദ്ദലേനയുടെ ഈ ഒരു മാനസാന്തര സംഭവങ്ങൾ പല പുസ്തകങ്ങളായിട്ട് ഇങ്ങനെ വിവരിച്ചു വന്നിരിക്കുന്നത്. ഞാനതൊരിക്കലും ഇങ്ങനെ വളരെ ഹൃദയസ്പർശം അനുഭവപ്പെട്ടത് കൊണ്ട് ഓരോ ഇത്ര ഓടിയ പുസ്തകത്തിൽ ഇത്ര പേജുകൾ അങ്ങനെ ഞാനത് മുഴുവനും കുറിച്ചെടുത്ത് അത് മാത്രമായിട്ട് വായിച്ചെടുത്ത് അത് വലിയൊരു ആത്മീയ അനുഭവമായിരുന്നു. ചിലപ്പോഴൊക്കെ സ്നേഹത്തിൻ്റെ വഴി തെറ്റിപ്പോകുന്നവർ, അല്ലെങ്കിൽ ഈശോ സ്നേഹിക്കാനായിട്ട് സ്ട്രഗിൾ എടുക്കുന്ന വ്യക്തികൾ, അവർക്ക് ഞാൻ ഈ കുറിപ്പുകൾ മാത്രം കൊടുത്ത് ഈ പുസ്തകങ്ങളിലെ ഈ ഭാഗം മാത്രം വായിച്ച മദർന മേരിയെ നോക്കി ധ്യാനിക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മനോഹരമായ ഒരു അനുഭവമാണ്. ഈ മേരി എങ്ങനെയാണ് ഈശോ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നത് എന്ന പുസ്തകത്തിൻ്റെ ഇങ്ങനെ മര്യമർദ്ദത്തെ ദർശനത്തെ കണ്ട് കുറിച്ച് വെച്ചിരിക്കുന്ന മനോഹരമായ അനുഭവമാണ്. അവളിങ്ങനെ മദ്ദലേനയിൽ ഇങ്ങനെ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ ഇടയ്ക്ക് ഈശോയുടെ പുസ്തകം അവിടെ കേൾക്കാൻ ഈശോയെ അറിയാനിട വന്നു. പിന്നെ പോയി ആരും അറിയാതെ എല്ലാം മൂടുപട വിട്ട് ആരെയും തിരിച്ചറിയാനിട കൊടുക്കാതെ ജനങ്ങളുടെയൊക്കെ പുറകിൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പുറകിലൊക്കെ പോയിരുന്നുണ്ട്. ഈശോ പ്രസംഗം കേട്ടു. അങ്ങനെ പലയിടത്തും അവളൊന്ന് പ്രസംഗം കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു ശരി വന്നപ്പോൾ അവള് പാവം ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ മർത്തായി അവൾ വിളിക്കുന്നുണ്ട്, ഭർത്താവ് എന്നെ സഹായിക്കാവോ? ഈശോയുടെ ഭർത്താവ് ചോദിക്കുന്നു, ഞാൻ പൊക്കോട്ടെ, ഞാൻ അവിടെ വിളിക്കുന്നുണ്ട്. ഈശോ പോയി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഭർത്താവ് പോയി മറിയം മദ്ദലേനയുടെ കൂടെ താമസിച്ചുകൊണ്ട് അവളുടെ പോരാട്ടത്തിൽ അവളെ സഹായിക്കുകയാണ്. ഈ അഴുക്ക് ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചെടുക്കാൻ അവളെ മുറിയിൽ പൂട്ടിയിടുന്നതൊക്കെ രംഗമൊക്കെ മദ്ദലേന പറഞ്ഞിട്ട് തന്നെ എനിക്ക് പാപകരമായ ബന്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇന്നൊരു പ്രത്യേക വ്യക്തി പോലും എനിക്ക് വല്ലാത്ത അടുപ്പമാണ് വ്യക്തിയുമായിട്ട്. പക്ഷേ എനിക്ക് പാവം വേണ്ട, നീ എന്നെ ഈ മുറിക്കകത്ത് പൂട്ടിയിട, എത്ര ബഹളം വെച്ചാൽ തുറന്ന് വിട്ടേക്കരുത്, ഇത്ര മണിയായിട്ട് തുറന്ന് വിടാവുള്ളൂ, ആ വ്യക്തി പോയി കഴിഞ്ഞ് തുറന്ന് വിടാവുള്ളൂ എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഭർത്തായിട്ട് താക്കോലും കൊടുത്തിട്ട് മേരിയെ മുറിക്കകത്ത് ഭർത്തായിട്ട് പൂട്ടി. പക്ഷേ ഈ വ്യക്തി വരുന്ന സ്വരം, കുതിരവണ്ടി വരുന്ന സ്വരം കേട്ട് കഴിയുമ്പോഴത്തേക്കും മേരിയുടെ ചിന്തയെല്ലാം മാറി. ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കണം, പതിവ് പോലെ പാപത്തിന് ഒഴുകണം. ഈ ചിന്തയെ കയറിയിട്ട് മറിയം മദ്ദലേന മേരി അവിടെ കിടന്നുകൊണ്ട് ബഹളം വെച്ച് കഥകണ്ടൊന്ന് ഇടിക്കുകയും ഒഴുക്കുകയും ഭർത്തായെ ചീത്ത പിടിക്കുകയും തുറക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുകയും എല്ലാം ചെയ്യുന്നു. പക്ഷെ മേരി നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ എത്ര ബഹളം വെച്ചാലും തുറന്നേക്കരുത്. ഭർത്താവ് കഥകിന് പുറത്ത് കുത്തി ഇരുന്നുകൊണ്ട് മുട്ടുകുത്തിരുന്നുകൊണ്ട് കരയുകയാണ്, തുറക്കുന്നില്ല. അങ്ങനെ ആ മനുഷ്യൻ തിരിച്ചു പോകുന്നവരും വരെ ഭർത്താവ് പൂട്ടിപ്പിടിച്ച് താക്കോലുമായിട്ട് മുറിയിൽ ഓർത്തിരുന്നു. മേരി ഒരു തീക്ക് ബഹളം എല്ലാം കഴിഞ്ഞ് മുത്തുങ്ങി അടങ്ങി എല്ലാം ശാന്തമായി. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഭർത്താവ് മുറി തുറന്ന് അങ്ങനെ മേരി ഇതുപോലെ പോരാട്ടം നടത്തിയിട്ടാണ് മേരി ആ ഒരു പാപത്തിൻ്റെ ചാച്ചിലുകളെയൊക്കെ അതിജീവിക്കുന്നത്. ഈശോയെ പറ്റി പറയുന്നതായിട്ട് വസ്തു കൊടുത്തിട്ടുണ്ട്. ഒരു രക്തസാക്ഷിത്വം തന്നെയാണ് അവൾ വഹിച്ചേറ്റെടുത്തത്. രക്തസാക്ഷിത്വം, സ്വയം ബലിയായിട്ട് ഈ വികാരങ്ങളോടും ആസക്തിയോടെല്ലാം ബലപ്രയോഗം നടത്തി. അതിന് അവൾക്ക് സാധിച്ചത് ഈ ആ പുസ്തകത്തിൽ ഈശോ പറയുന്നതായിട്ട് വായിച്ചിരിക്കുന്നത് ബോധ്യപ്പെട്ട കാര്യമാണ്. എന്നുവെച്ചാൽ ഈശോ പറഞ്ഞ അവളിൽ 7 പിശാചുക്കൾ ഉണ്ടായിരുന്നു. അതിനോട് ഒന്നാമത് കീഴ്പ്പെടുത്തിയ അഹങ്കാരത്തിൻ്റെ പിശാചിനെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഒരുപാട് അനുഭവങ്ങളിൽ, ഒരുപാട് വ്യക്തിയുടെ ജീവിതങ്ങളിൽ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അഹങ്കാരത്തിൻ്റെ പിശാചിനെയാണ് ആദ്യം നമ്മൾ തോൽപ്പിക്കേണ്ടത്. 7 പിശാചുക്കളും ജഡികാസത്തിൻ്റെ പിശാചുക്കളല്ല. ഒന്നാമത്തെ പിശാച് അഹങ്കാരത്തിൻ്റെ ആയിരുന്നു. ഈ അഹങ്കാരത്തിൻ്റെ പിശാചാണ് അവളെ വീട്ടിൽ നിന്നും മല്ല് കാണിച്ച് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് വരുത്തിയത്.
അപ്പനോടും അമ്മയോടും ആങ്ങളയോടും സഹോദരിയോടും ഒക്കെ മല്ലു പിടിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോകും, നിങ്ങൾ ആരാ ചോദിക്കാൻ, എനിക്ക് സഹോദര്യമുണ്ട്, എനിക്ക് കഴിവുണ്ട്, എൻ്റെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ അവൾക്ക് കിട്ടിയ വിദ്യാഭ്യാസവും സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് അവൾ സ്വന്തം വഴിക്ക് ഇറങ്ങിപ്പോകാൻ മാത്രം അഹങ്കാരം ഉണ്ടായിരുന്നു. തൻ്റെ ഇടം എടുത്തു അവൾ അങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോയി. അതിലാണ് പിന്നെ ബാക്കി പുറകെ പല പല പാപങ്ങളെല്ലാം, ജടികാസക്തിയും ഒരു പക്ഷേ ദ്രവ്യാഗ്രഹവും ഇങ്ങനെയുള്ള പാപങ്ങൾ, 7 പിശാചുക്കൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാം, നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ അപ്പോൾ ഈശോ പറയുകയാണ്, ഇവൾ ആദ്യം തോൽപ്പിച്ച അഹങ്കാരത്തിൻ്റെ പിശാചിനെയാണ്. എങ്ങനെ? സ്വന്തം സഹോദരിക്ക് അവൾ കത്ത് കൊടുത്ത് വിട്ടു, എനിക്ക് നിന്റെ സഹായം വേണം. എളുപ്പപ്പെട്ടു താൻ ജീവിക്കുന്ന വൃത്തികെട്ട ജീവിതത്തിൻ്റെ നടുവിലേക്ക് സ്വന്തം സഹോദരി വിളിച്ചു വരുത്തി. അതുവഴി അവിടെ പിന്നെ തുറന്നു വെച്ചു. ഒരു കുമ്പസാരം ആദ്യം മദ്രേന നടത്തി സ്വന്തം സഹോദരിയുടെ മക്കള, ചേച്ചി ഇതാ എൻ്റെ ജീവിതം, എനിക്ക് ഇവിടുന്ന് ഒരു സ്വയം പറ്റുകയില്ല, ചേച്ചി എന്നെ സഹായിക്കണം എന്ന് മദ്രേന പറഞ്ഞു. അല്ല, ആ രീതി സഹായം സ്വീകരിച്ചു, അവളെ പൂട്ടിടാൻ അനുവദിച്ചു. അതിലൂടെ അവൾ തന്നെ അഹങ്കാരം മുഴുവനും തകർത്ത് കളഞ്ഞു. ആ അഹങ്കാരത്തിൻ്റെ വൻ വൃക്ഷം, നമ്മളൊരു പ്രദേശത്തെ കാട് വെട്ടാനൊക്കെ ചെല്ലുമ്പം ആ കാടിന് മുഴുവൻ ബലം കൊടുത്തുകൊണ്ട് നിൽക്കുന്നൊരു വൻമരം കാണും. ആ വൻമരം തകർത്ത് മറിച്ചിട്ടാൽ അതോടൊപ്പം ഒരുപാട് മറ്റു മരങ്ങൾ താഴെ പോകും. അല്ലെങ്കിൽ ഒരു താഴ്വേരുണ്ട് മരത്തിന്, ആ താഴ്വേര് കണ്ടിച്ചാൽ പിന്നെ മറ്റു വേരുകളൊക്കെ പറഞ്ഞങ്ങ് പോകും, പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. താഴ്വേര് കണ്ടിക്കുന്നില്ല എങ്കിൽ ചെറിയ പേര് മാത്രം കണ്ടിച്ച് നിർത്തിയാൽ നമുക്കറിയാം, ആ ചെറിയ പേര് പിന്നെ പൊട്ടിമുടിക്കും. താഴ്വേര് പറയാതെ മരം വീഴുകയാണ്. ഇവിടെ മൂലപാപം എന്ന് പറയും. മൂലപാപങ്ങൾ 7 എണ്ണം. മൂലം, വേര്, താഴ്വേര് പോലെ നിൽക്കാവുന്ന പാപങ്ങൾ 7 എണ്ണം. അതിൽ ഒന്നാണ് ഈ അഹങ്കാരം. ആ ജടികാസക്തി വേറെണ്ണം. അപ്പോൾ ഇതിനകത്ത് മറിയത്തിന് ദൈവത്തിന് ഈ അഹങ്കാരമാണ് ഒന്നാമത്തെ വേര് പിടിച്ചതിന് തായ്വേരായിട്ട്. അതിനെയാണ് അവൾ ആദ്യം തകർക്കുന്നത്, മുറിക്കുന്നത്, വിച്ഛേദിക്കുന്നത്. അതോടുകൂടി മറ്റു പേരുകളെല്ലാം വലിഞ്ഞ് പറഞ്ഞിങ്ങി പോകുന്നു എന്ന് ഈശോ കൊടുക്കുന്നൊരു വിശദീകരണം. എനിക്കത് വളരെ ഹൃദ്യമായിട്ടും നല്ല ആഴപ്പെട്ട ഒരു പ്രബോധനമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു, അത് പങ്കുവെച്ചതാണ്. അങ്ങനെ ഈശോയുടെ പക്കലേക്ക് തിരിച്ചവൾ വന്നു. പിന്നെ ഒരിക്കലും അവൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും പോയില്ല. പാപത്തിൻ്റെ വഴിയിൽ പോയപ്പോൾ അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ തകർത്തങ്ങനെ അവളങ്ങ് പോയി. സ്നേഹം അങ്ങനെയെല്ലാം ഒഴുക്കിക്കളഞ്ഞു. അത് തിരിച്ചറിഞ്ഞപ്പോൾ തിരുത്തി നല്ലപോലെ ബലം പിടിക്കേണ്ടി വന്നു. അഹങ്കാരത്തിൻ്റെ പിശാചിനെ ആദ്യം പുറത്താക്കി എളുപ്പപ്പെട്ടു. അതുപോലെ ജഡിക പാപങ്ങളിലൊക്കെ മുഴുകി വല്ലാണ്ട് വിഷമിക്കുന്ന വ്യക്തികൾ ആദ്യം എളുപ്പപ്പെടാൻ തയ്യാറാകണം. എങ്ങനെ എളുപ്പപ്പെടുന്നത്? നമുക്ക് പതിവായിട്ട് കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് മുട്ടുകുത്തി ഏറ്റുപറയുക. ഒരു അറിയാവുന്ന അച്ഛനാണെങ്കിൽ പോലും അതിൻ്റെ പേര് മാറി നിൽക്കരുത്. പതിവായിട്ട് എത്ര പ്രാവശ്യം വീഴ്ച ഉണ്ടായാലും അപ്പോഴെല്ലാം എളിമയോടെ പോയി ഏറ്റു പറയുക. നാണം കെട്ടും പോയി കുമ്പസാരക്കൂട്ടി മുട്ടുകുത്തുക. അത് അഹങ്കാരം അവിടെ നമ്മളെ തകർക്കും. എങ്ങനെ? പാപം ഒഴിവാക്കി ഇനിയില്ല, ഒരാഴ്ച 2 ആഴ്ച പിടിച്ചത് കുഴപ്പമില്ല, കുഞ്ഞു പാവങ്ങളൊക്കെ ഉള്ളത് പോയി കുമ്പസാരി സന്തോഷമായി. പിന്നെ 1 മാസമായി 2 മാസമായി ആ പഴയ പാപമൊന്നും ഉണ്ടാകുന്നില്ല, വലിയ വീഴ്ച പാപമില്ല. അപ്പോൾ കുമ്പസാരിക്കാൻ പോകാൻ സന്തോഷം. അച്ഛൻ്റെ മക്കൾ പിന്നെ പിന്നെ കുമ്പസാരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു തൃപ്തിയാണ്. ഇപ്പം എനിക്ക് മറ്റേ പാവങ്ങളൊന്നുമില്ല, ഞാനിപ്പോൾ നന്നായി നല്ല വിശുദ്ധമായിട്ട് ജീവിക്കുന്നുണ്ട്, പ്രാർത്ഥന കാണപ്പെടുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഇച്ചിരി അഹങ്കാരം തൃപ്തി കയറി വരുമ്പം ഈ ജനികഭാവം വീണ്ടും ഉണ്ടാകാൻ എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ വീണ് കഴിയുമ്പോൾ പിന്നെ ആ അച്ഛൻ്റെ മക്കൾ പോകാൻ തോന്നുന്നില്ല. അച്ഛൻ എന്നാ വിചാരിക്കും? ഇതാണ് അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ ബന്ധനമാണ്. അങ്ങനെയുള്ള അവസരം വന്നാലും അതേ അച്ഛൻ്റെ പക്കൽ ചെന്ന് എളിമയോടെ മുട്ടുകുത്തിയിട്ട് തെളിച്ച് പറയണം, ഈശോ ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ പിന്നെയും ആ പാപം ചെയ്തു. തെളിച്ചേറ്റു പറയണം. അപ്പം അഹങ്കാരത്തെ നമ്മൾ തല്ലി പൊട്ടിക്കുകയാണ്. അഹങ്കാരത്തിൻ്റെ പിശാചിനെ ഓടിക്കുകയാണ്. ഈ പിശാചിനെ ആദ്യം ഇറക്കി വിടണം. അത് ബന്ധപ്പെട്ടാണ് നമുക്ക് ആത്മീയ അഹങ്കാരവും മറ്റ് നമ്മളെ പറ്റിയുള്ള തൃപ്തിയെ കയറി കിടക്കുന്ന അവസ്ഥ. എന്തെങ്കിലും തരത്തിലേക്കുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞ് മാറുന്നില്ല എന്ന അനുഭവം ഉള്ളവർ ആദ്യം പരിശോധിക്കേണ്ട അഹങ്കാരത്തിൻ്റെ ഒരു കെട്ട് എനിക്ക് പൊട്ടാനുണ്ടോ എന്ന് ചിന്തിക്കണം. അഹങ്കാരത്തിൻ്റെ കെട്ട്, അഹങ്കാരത്തിൻ്റെ ബന്ധനം, അഹങ്കാരത്തിൻ്റെ പിശാചിൻ്റെ പിടുത്തം, അവിടെ നമ്മളെ തന്നെ തോപ്പിക്കാമെങ്കിൽ ബാക്കി പറിച്ചു കളയാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെയാണ് മറിയമ്മദ്രേന തൻ്റെ വലിയ വിജയം നേടിയെടുത്തത് എന്ന് ഈശോ പങ്കുവെക്കുന്നത് അത് സ്നേഹഗീതയ്ക്കകത്തുനിന്നാണ്. ബൈബിളിൽ നല്ല എങ്കിൽ പോലും അതൊരു വചനത്തിൻ്റെ വെളിപ്പെടുത്തലോട് ചേർന്ന് പോകുന്ന കാര്യമാണ്.